വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇനി LGS എക്സാമിന് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ അല്ലെ. അപ്പൊ ഇനി എന്ത് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി കുറേയധികം കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലേ. ഈ പഠിച്ച കാര്യങ്ങളെ വീണ്ടും 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 പൊടി തട്ടി നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പഠിച്ച കാര്യങ്ങൾ ഭംഗിയായിട്ട് ഓർമ്മിച്ചെടുക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യണം. അപ്പൊ ഇനി തുടങ്ങിയിട്ടുള്ള ദിവസങ്ങൾ, പരീക്ഷ വരെയുള്ള ദിവസങ്ങൾ 2 ഘട്ടമാണല്ലോ. ആ 2 ഘട്ട, രണ്ടാമത്തെ ഘട്ട പരീക്ഷ കഴിയണ വരെ ടീച്ചർ ചെയ്യാൻ പോണ കാര്യം എന്താ വെച്ചാ, നമ്മള് കറണ്ട് അഫയേഴ്സും, ഒരു ദിവസത്തില് ഒരു ക്ലാസ് കറണ്ട് അഫയേഴ്സും ഇടും. ഒരു ക്ലാസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം, കറണ്ട് അഫയേഴ്സ് ആയാലും അതുപോലെ തന്നെ GK ആയാലും രണ്ടും. GK എല്ലാം കൂടി പെടും കേട്ടോ. അതായത് എന്താ പറയാ, സയൻസും അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററിയും എക്കണോമിക്സും പൊളിറ്റിക്സും എല്ലാം കൂടിയിട്ടുള്ളത്. അപ്പൊ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത് മാത്രം അടങ്ങുന്ന രീതിയിലായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കറണ്ട് അഫയേഴ്സ് അല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത്, തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള ഒരു രാജ്യം. എന്താണ് തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവൻ? അല്ലെ, തിരഞ്ഞെടുത്ത എന്തുണ്ട്? രാഷ്ട്രത്തലവനുണ്ട്. ആ ഉണ്ടെങ്കിൽ ആ രാജ്യത്തെ എന്ത് വിളിക്കുന്നു? എന്ത് പേരിലാണ് ആ രാജ്യം അറിയപ്പെടുന്നത്? എപ്പോഴും ചോദിക്കാറുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം റിപ്പബ്ലിക് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇനി ക്ഷേമരാഷ്ട്ര സങ്കല്പം. ഈ ക്ഷേമ രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെ പ്രതിപാദിച്ചിരിക്കുന്നു? എവിടെയാണ്? നിർദ്ദേശക തത്വങ്ങളിൽ. ക്ഷേമരാഷ്ട്ര സങ്കല്പം ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിൽ. മലബാറില് എന്ത് നടക്കുകയുണ്ടായി? കർഷക കലാപം നടക്കുകയുണ്ടായി. ഈ മലബാറിലെ കർഷക കലാപങ്ങളെ കുറിച്ചു പഠിക്കാൻ ബ്രിട്ടീഷുകാർ ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷന്റെ പേര് വില്യം ലോഗൻ കമ്മീഷൻ. മലബാറിലെ കർഷക കലാപത്തെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ. അടുത്തത് കുറിച്യർ കലാപം. ഈ കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആര്? രാമനമ്പിയാണ് കുറിച്യർ കലാപത്തിന്റെ നേതാവ്. ആരാണ്? രാമനമ്പി. ഇനി അടുത്തത് സാമൂഹികമായി സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? ഏതാണ് ആ പത്രത്തിന്റെ പേര്? മിതവാദി പത്രം. ഏതാ പത്രം? മിതവാദി. ഇനി അടുത്തത് പട്ടിണി ഇല്ലാതാക്കൽ. എന്താണ്? പട്ടിണി ഇല്ലാതാക്കൽ. അതുപോലെ തന്നെ സാമൂഹിക നീതി. പട്ടിണി ഇല്ലാതാക്കുക, സാമൂഹിക നീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച. തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച. ഈ ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി, 9ാം പഞ്ചവത്സര പദ്ധതി. എത്രാമത്തെയാണ്? 9ാമത്തെ. ഇനി അതുപോലെ തന്നെ ഇന്ത്യ, അതുപോലെ തന്നെ ചൈന എന്നീ രാജ്യങ്ങൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം ഏതാണ്? ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത് അരുണാചൽ പ്രദേശ്. ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. ഇനി അടുത്ത ഒരു നദീതട പദ്ധതിയുടെ പേരാണ് നിസാം സാഗർ. നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ്? ഗോദാവരി. നിസാം സാഗർ നദീതട പദ്ധതി ഗോദാവരി നദിയിലാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള മേജർ പോർട്ട് ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ മേജർ തുറമുഖത്തിന്റെ പേര്
തൂത്തുക്കുടി ഏതാണ്? തൂത്തുക്കുടിയാണ്. ദക്ഷിൺ ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമിയാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഒന്നും തന്നെ കളയാലേ, ഒക്കെ പഠിക്കണം കേട്ടോ. ഇനി അടുത്തത്, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഏതാണ്? ബരാലാച്ചില. ബരാലാച്ചില. അടുത്ത ചോദ്യം, ഏത് രേഖാംശത്തിലെ സമയമാണ്? ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി കണക്കാക്കിയിരിക്കുന്നത്? 82.5 പൂർവരേഖാംശം. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായി സമയമായി അംഗീകരിച്ചിരിക്കുന്നത്? ഇന്ത്യയുടെ 82.5 പൂർവരേഖാംശം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം. 1859 കേരളത്തിൽ കയർ ഫാക്ടറി ആരംഭിച്ചത് എവിടെയാണ്? ആലപ്പുഴയിൽ. ഡാറാസ്മയിൽ അല്ലെ, ആലപ്പുഴയിലാണ്. കേരളത്തിലെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? കോതമംഗലമാണ്. ഏതാണ്? കോതമംഗലമാണ്. അടുത്തത്, ലക്ഷദ്വീപിൽ. എന്താണ്? ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച പ്രൈവറ്റ് ബാങ്ക് ഏതാണ്? ഏതാണ്? HDFC ബാങ്ക് ആണ്. ലോക നാട്ടറിവ് ദിനം. ലോക നാട്ടറിവ് ദിനം എന്നാണ്. ഓഗസ്റ്റ് 22 ലോകാരോഗ്യ സംഘടന WHO അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെയുള്ളതാണ്? ഡെങ്കു വൈറസ്. അടുത്തത്, മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് ചെയ്ത ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? കമ്പനി ന്യൂറാലിങ്ക്. ന്യൂറാലിങ്ക്. ഏത് വിളയുടെ സങ്കര ഇനമാണ്? സൽകീർത്തി. സൽകീർത്തി ഏതിന്റെയാണ്? വെണ്ട. വന അവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? 2006. എന്നാണ് വനാവകാശ നിയമം? 2006. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് ഏതാണ്? ഏതാണ്? സഹജ എന്നതാണ്. ഏതാണ്? സഹജ എന്നതാണ്. അടുത്തത്, നവജാത ശിശുക്കളിൽ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കാൻ കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി ഏത്? ശലഭം പദ്ധതി. അടുത്തത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എവിടെയാണ്? പൂനെയിലാണ്. അടുത്തത്, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ കേരള ഗവൺമെന്റിന്റെ നൂതന പദ്ധതി എന്താണ്? അമൃതം ആരോഗ്യം എന്നതാണ്. ക്ലിയർ ആയോ? നമ്മളൊരു 25 ചോദ്യം, പ്രധാനപ്പെട്ട 25 ചോദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. വേഗം ക്ലിയർ ആയിട്ട് ഓരോ ദിവസവും
അപ്പൊ നമുക്ക് 25-30 ചോദ്യം വെച്ച് ഇനി പഠിച്ച് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ പഠിച്ചു പോവാം. അതുപോലെ തന്നെ റിവിഷൻ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിവിഷൻ ചെയ്യുന്ന പോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡിന്റെ വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ റിവിഷനും കൂടെ ചെയ്യാം. ഇത് രണ്ടും ചെയ്തു നോക്കൂ. പരീക്ഷയുടെ അവസാന നിമിഷങ്ങളിൽ പുതിയതായി പഠിക്കുകയല്ല നമ്മൾ വേണ്ടത്. പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഭംഗിയായി ഓർത്തു വെക്കുകയാണ് വേണ്ടത് കേട്ടോ. എല്ലാവരും പഠിച്ചോളൂ കേട്ടോ.